സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഹിദായത്ത് വോയിസിന്റെ പ്രസിഡന്റ് സുബൈർ ടി.കെ. ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദീനീ സ്നേഹികളെ, അസ്സലാമു അലൈക്കും. ഹിദായത്ത് ബോയ്സിനെ കുറിച്ച് ഈ നാട്ടുകാരോട് പ്രത്യേകിച്ചൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഏകദേശം ഈ സംഘടനയെ കുറിച്ച് നല്ലവണ്ണം ബോധവാന്മാരാണ് ഈ നാട്ടുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിദായത്ത് ബോയ്സ് നിലവിൽ വന്നിട്ട് 2.5 വർഷത്തോളം കാലമായി. ഈ 2.5 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നതും വളരെ രഹസ്യമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പടന്നയുടെ അല്ലമീൻ പള്ളിയുടെ പരിസരത്ത് ഒരു വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ട് ഒരുപാട് കാലം ബുദ്ധിമുട്ടിയിട്ട് നമ്മളോട് സമീപിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു 3000 കല്ലിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു സഹായിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ചെങ്കിലും സഹായം ചെയ്തിട്ട് ആ വീട് കുറച്ച് പൊക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജുമാഅത്ത് പള്ളിക്ക് വടക്ക് വശത്തായിട്ട് ഒരു വീടിന് സിമന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചപ്പോ നമുക്ക് അവർക്ക് വീടെടുക്കാനുള്ള സിമന്റ് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ തൗഫീഖോട് അത് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റമളാൻ മാസത്തിൽ 30ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് 2000ഓളം രൂപ വരുന്ന ഭക്ഷണ സാധനങ്ങൾ 30ഓളം കുടുംബങ്ങൾക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 15 ആൺകുട്ടികൾക്കും 15 പെൺകുട്ടികൾക്കുമായിട്ട് പെരുന്നാളിന്റെ ഡ്രസ്സ് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ ഒരു ദയനീയമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. എല്ലാവരും വളരെ ഭംഗിയായി പാന്റും ഷർട്ടും ഇട്ട് നടക്കുന്ന സമയത്ത് വളരെ വിലപിടിപ്പുള്ള സാരികളും വളരെ വിലപിടിപ്പുള്ള സൽവാർ സെറ്റുകളും ഇട്ട് അണിഞ്ഞു നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വീട്ടിലെ ഒരു ക്വാർട്ടേഴ്സിലെ വളരെ ദയനീയമായ ഒരു അവസ്ഥ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന സംഘടനയുടെ തുച്ഛമായ ഒരു പൈസ ഞാൻ ആ വീട്ടിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അവിടെ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഭക്ഷണ സാധനം വാങ്ങിയോ? അപ്പോൾ അവർ പറഞ്ഞു, ഭക്ഷണ സാധനം കുറച്ച് വാങ്ങിയിട്ടുണ്ട്, എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇല്ല എന്നുള്ള മനസ്സ് അവർക്ക് പറയുവാൻ അവർ അനുവദിച്ചില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡ്രസ്സ് എടുത്തോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? അപ്പോൾ പറഞ്ഞു, ചെറിയ പെരുന്നാളിന്റെ അതേ ഡ്രസ്സ് തന്നെയാണ് ഈ വലിയ പെരുന്നാളിനും കുട്ടികൾ ഇടുന്നതെന്ന്. അപ്പോൾ ഈ നാടിന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. എല്ലാവരും വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പെരുന്നാളിന് ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് വലിയ പെരുന്നാളിന് ഉപയോഗിക്കുന്ന ഒരു ദയനീയ അവസ്ഥ ഒരു വീട്ടിലുണ്ടാവുമ്പോൾ നമ്മളൊക്കെ വളരെ ഖേദകരമായി പോയി. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. നമ്മൾ അവർക്ക് വേണ്ട ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിന്റെ ഉടമസ്ഥനെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില വേദനാജനകമായ ഒരു അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലൊന്നും വെക്കാതെ നമ്മളോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പരിപാടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം യാതൊരു എക്സ്ക്യൂസും പറയാതെ, നിങ്ങൾ എടുത്തോ മക്കളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, കഥാപ്രസംഗമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമില്ല, നിങ്ങൾ വെച്ചോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഒരിക്കലും അദ്ദേഹം നമ്മളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ എന്റെ പ്രസംഗം കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസിനോടൊപ്പം ഒരു കവർ തന്നിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും തരുന്ന തുച്ഛമായ ഓരോ കാശ് കൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. മിഞ്ഞാന്ന് നടന്ന ഒരു സംഭവം,
ഞാൻ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ 2 പേർക്ക് സീരിയസ് ആയി, വളരെ സീരിയസ് ആയി. അതിൽ ഒരാളെ എടുത്ത് പെരിയാരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് GS ഡോക്ടർ അവിടുന്ന് പറയുകയുണ്ടായി. ഉടനെ തന്നെ ഹിദായത്തിന്റെ ചുണക്കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടനെ എടുത്തിട്ട് പെരിയാരത്തേക്ക് കൊണ്ടുപോയി. കാശ് എത്രയാണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെയുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് അവരവരുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപ തന്നു. നമ്മൾ 3500 രൂപയോളം അവിടെ ചെലവാക്കുകയുണ്ടായി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരിക്കലും പൈസയുടെ കാര്യം ചിന്തിച്ചിട്ടില്ല. ഇതുപോലത്തെ കാരണം നിങ്ങളൊക്കെ നമ്മളോട് സഹകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരുപാട് നമ്മളുടെ എതിർ ശക്തികളുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഈ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ. ഒരാളെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തിയും ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എതിർക്കാൻ വരുന്നവരോട് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ സംഘടനയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും മുതിരരുത്. നമ്മൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്ത് നമ്മളോട് വളരെ സഹകരിച്ച് തന്നെ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ കൂടുതലായി ഞാനൊന്നും പറയാനില്ല. പെരിയോനെ ലോകനാഥ ഇരിലോക പൂർണ്ണ വിജയം ഇറയോനെ തന്നിടേണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. പോറ്റും മഹാനയാളം പെരിയോനെ ലോകനാഥ ഇരുലോക പൂർണ്ണ വിജയം ഇറയോനെ തന്നിടേണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. പോറ്റും മഹാനയാളം സത്യസമത്യമരുള സഹന സഹായമേക സത്യസമത്യമരുള സഹന സഹായമേക സൃഷ്ടിച്ചു റസൂലേ സമദായ ലോകനാഥ സമദായ ലോകനാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. പോറ്റും മഹാനയാളം പാപികളമഗീതം ഗീതം പാവം പൊറുതിടേണേ. പാപികളമഗീതം ഗീതം പാവം പൊറുതിടേണേ. ഞങ്ങൾക്ക് സ്വർഗ്ഗമേകാൻ പതിവായിരം കോനെ പതിവായിരം കോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. പോറ്റും മഹാനയാളം ആകാശമണ്ഡല ഭൂഗോളങ്ങൾ സൃഷ്ടിച്ചവൻ നീ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ആരാധ്യനാമല്ലാഹ് ആരാധ്യനാമല്ലാഹ്. ആകാശമണ്ഡല ഭൂഗോളങ്ങൾ സൃഷ്ടിച്ചവൻ നീ അല്ലാഹ്. അഹ്ദവനല്ലാഹ് അൽഹംദുലില്ലാഹ് ആരാധ്യനാമല്ലാഹ് ആരാധ്യനാമല്ലാഹ്. മധുര മധുരമാം ഗീതങ്ങൾ പണ്ടറകളിൽ നിന്നുയർന്നു. മധുര മധുരമാം ഗീതങ്ങൾ പണ്ടറകളിൽ നിന്നുയർന്നു. ആ ഗീതരങ്ങളിൽ മാനവ രാശികളുമായി കൊണ്ടിറങ്ങി. അല്ലാഹുവിൻ പ്രിയദൂതരായ അന്ത്യപ്രവാചകരെ അല്ലാഹുവിൻ പ്രിയദൂതരായ അന്ത്യപ്രവാചകരെ ചോദിനേണം കൃപാരസങ്ങൾ ഞങ്ങളിലെന്നെന്നും ഞങ്ങളിലെന്നെന്നും.
ആകാശമണ്ഡല ഭൂഗോളങ്ങൾ സൃഷ്ടിച്ചവൻ നീ അല്ലാഹുവനല്ലാ അൽഹംദുലില്ലാ ആരാധ്യനാമല്ലാ ആരാധ്യനാമല്ലാ ഹൈറുമാം ഹൈറു ബാത്തിലും അറിയുന്നോൻ